ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ദിവസവും ചപ്പാത്തി കഴിക്കാറുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ചിന് ഇതുപോലെ കളർഫുൾ ആയിട്ടൊന്ന് ഉണ്ടാക്കിയാലോ? ബീട്രൂട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇതൊരുപാട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ചപ്പാത്തിക്കൊപ്പം നല്ലൊരു കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പുകറിയുടെ റെസിപ്പി കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീട്രൂട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ബീട്രൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് അരിഞ്ഞെടുത്തതിന് പകരം ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. ഇനി ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാൻ. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് എടുത്ത അതേ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. ബീട്രൂട്ട് പേസ്റ്റ് ആക്കിയതിൽ വെള്ളം ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്ന് കുഴച്ച് നോക്കണം. ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ 8 ഉരുളകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത ശേഷം സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാറുള്ള പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പാൻ നല്ലപോലെ ചൂടായ ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്ക് മറിച്ചിടാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ ഒക്കെ ഒന്ന് തടവി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും മറിച്ച് കൊടുത്ത് ബട്ടർ തടവി കൊടുത്ത് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബീട്രൂട്ട് ചപ്പാത്തി റെഡി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാനും നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാനും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അതുപോലെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം. ബീട്രൂട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. ഇനി നമുക്ക് ബീട്രൂട്ട് ചപ്പാത്തിക്ക് കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പുകറിയുടെ റെസിപ്പി കാണാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം സാധാരണ തുവരപ്പരിപ്പായാലും എടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ വേവായിട്ടുണ്ട്, എന്നാൽ വെന്തുടഞ്ഞ് പോയിട്ടുമില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും സവോളയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് കായംപൊടി ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒന്ന് മൂപ്പായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വേവായിട്ട് ഉടഞ്ഞു വരണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് മൂടി വെച്ച് 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം.
കൂടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് ചപ്പാത്തിക്കൊപ്പം ഈ ഒരു പരിപ്പ് കറി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.